നിങ്ങൾക്കറിയാമോ, വിമാനത്തിലുള്ള പോലെ ഒരു പൈലറ്റ് കപ്പലിലുമുണ്ട്. ആരാണ് കപ്പലിലെ പൈലറ്റ്? ലോകം മുഴുവൻ ചുറ്റി പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതാണ് കപ്പലുകൾ. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നദികളിലും കടലുകളിലും സമുദ്രങ്ങളിലും കപ്പൽശാലകളുണ്ട്. ഒരു രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിൽ നിന്ന് മറ്റൊരു രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിലോട്ട് കപ്പൽ ഓടിച്ചുകൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. കാരണം വിശാലമായ ഓപ്പൺ സീ ആണ്. കാര്യമായ ട്രാഫിക്കോ മറ്റു കപ്പലുകളൊന്നും ഉണ്ടാകില്ല. നേരെ മറിച്ച് നമുക്ക് കപ്പൽ അടുപ്പിക്കേണ്ട പോർട്ട് ലിമിറ്റ് എത്തിയാൽ നമ്മുടെ മാത്രം കഴിവ് വെച്ച് ആ കപ്പൽ കരയ്ക്ക് അടുപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവിടുത്തെ ഭൂപ്രകൃതി, കപ്പൽശാലിൻ്റെ വീതി, കൃത്യമായ ആഴം, കാലാവസ്ഥ, അടിയൊഴുക്ക് ഇതെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ഇവിടെയാണ് പൈലറ്റ് എന്നയാൾ നമ്മുടെ സഹായത്തിനെത്തുന്നത്. പൈലറ്റ് നമ്മുടെ കപ്പലിൽ കയറേണ്ട സ്ഥലം കൃത്യമായിട്ട് നമ്മുടെ ചാർട്ടിൽ അടയാളപ്പെടുത്തിയിരിക്കും. കപ്പൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ VHF റേഡിയോയിൽ പൈലറ്റിനെ വിളിച്ചിട്ട് കപ്പൽ എത്തുന്ന കൃത്യമായ സ്ഥലം അറിയിക്കും. അതിനനുസരിച്ച് പൈലറ്റ് ഏത് വശത്തൂടെയാണോ കപ്പലിൽ കയറാൻ ഉദ്ദേശിക്കുന്നത് ആ വശത്ത് പൈലറ്റ് ലാഡർ റെഡിയാക്കാനായിട്ട് നമ്മളെ അറിയിക്കും. കപ്പൽ ഓടിക്കുന്നതിനേക്കാൾ പൈലറ്റിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം കപ്പലിൽ കയറുന്നത് തന്നെയാണ്. കപ്പലിൽ കയറാനുള്ള ഒരേ ഒരു വഴിയും ഈ പൈലറ്റ് ലാഡർ തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയും തിരമാലകളും എല്ലാം അതിജീവിച്ച് വേണം പൈലറ്റിന് കപ്പലിൽ കയറാനായിട്ട്. കപ്പൽ അവിടെ എത്തിക്കഴിയുമ്പോൾ ചെറിയ പൈലറ്റ് ബോട്ടിൽ പൈലറ്റ് വന്നിട്ട് നമ്മുടെ കപ്പലിൽ കയറും. പിന്നീട് പൈലറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് കപ്പൽ മുൻപോട്ട് പോകുന്നത്. ക്യാപ്റ്റനും മറ്റു ഓഫീസർമാരും പൈലറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്. പൈലറ്റിൻ്റെ ഒരു ലോക്കൽ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് പൈലറ്റ് സേഫായിട്ട് കപ്പൽ കരയിലേക്ക് അടുപ്പിക്കുന്നു. ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പൈലറ്റ് ഒരിക്കലും കപ്പലിലെ സ്ഥിരതാമസക്കാരനല്ല. കപ്പൽ പൈലറ്റിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും കപ്പലിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട പൂർണ്ണ ചുമതല ക്യാപ്റ്റനും മറ്റു ഓഫീസർമാർക്കുമാണ്. പൈലറ്റ് കൃത്യമായിട്ടുള്ള സേഫായിട്ടുള്ള രീതിയിൽ കപ്പൽ കരയിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്ത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ക്യാപ്റ്റൻ്റെയാണ്. കപ്പലിലെ സ്ഥിരതാമസക്കാരനല്ലെങ്കിലും പൈലറ്റിന് വേണ്ടി കപ്പലിലൊരു മുറി തന്നെയുണ്ട്. പൈലറ്റ് ക്യാബിൻ എന്നാണ് അതിന് പറയുന്നത്. ചില പോർട്ടുകളിൽ പൈലറ്റേജ് അത്യാവശ്യം ലോങ് പൈലറ്റേജ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഒന്നിലധികം പൈലറ്റുമാർ വരാറുണ്ട്. അതിനുവേണ്ടി ഒരാൾക്ക് വിശ്രമിക്കാനായിട്ടാണ് പൈലറ്റ് ക്യാബിൻ എന്നൊരു ക്യാബിൻ തന്നെ കപ്പലിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മാരിടൈം പൈലറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾ വാഹനം ഓടിച്ച് വഴി അറിയാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ വഴി അറിയാവുന്ന ഒരാളെ വാഹനം ഓടിക്കാൻ ഏൽപ്പിക്കുന്ന പോലെയാണ് കപ്പലിനെ പൈലറ്റിനെ ഏൽപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.